ഹാംബൂർഗ് ഫിഷ് മാർക്കറ്റ് കാണാൻ വേണ്ടി പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി. 2 ബസ്സും 2 ട്രെയിനും കയറി ഇത്രയും ദൂരം വന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു സാധാരണ ഫിഷ് മാർക്കറ്റായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ വ്യത്യസ്തമായിരുന്നു. ഫിഷ് മാർക്കറ്റ് ആണെന്ന് കരുതി വന്ന സ്ഥലത്ത് ലൈവ് മ്യൂസിക്, വലിയ ഫെറി സ്റ്റേഷൻ, ഫ്രഷ് വെജിറ്റബിൾസ്, പൂക്കളുടെ വിൽപ്പന, പിന്നെ പുലർച്ചെ ഹാംബർഗിൻ്റെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ. അപ്പോൾ ശരിക്കും തോന്നി, ഇത് ഫിഷ് മാർക്കറ്റ് മാത്രമല്ലല്ലോ, ഇന്ന് ആ ഒരു പുലർച്ചെ യാത്ര നിങ്ങളെയും കാണിക്കാം. നമസ്കാരം കൂട്ടുകാരെ, അകം ജർമ്മനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാംബർഗ് ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം യാത്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹാംബർഗ് ഫിഷ് മാർക്കറ്റ് കാണാൻ ഞാൻ വളരെ നേരത്തെ തന്നെയാണ് ഇറങ്ങിയത്. പുലർച്ചെ സമയമായതുകൊണ്ട് ഹാംബർഗിൻ്റെ സ്ട്രീറ്റിന് തന്നെ ഒരു വേറിട്ട ഭംഗിയായിരുന്നു. എൻ്റെ കൂടെ ബിനോയ് ചേട്ടനും ഉണ്ട്. നമ്മൾ ആദ്യത്തെ ബസ് സ്റ്റേഷനെത്തി. ഇനി ഇവിടെ നിന്നും നമുക്ക് U1 കയറണം. ഇനി നമുക്ക് U1-ൽ നിന്നിറങ്ങി U3-ൽ കയറേണ്ടതുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത ട്രെയിനിലേക്ക് കയറുന്നത്. Nächster Halt Baumwall. Ausstieg rechts. യാത്രയിലുടനീളം നമുക്ക് ഹാംബർഗിൻ്റെ മനോഹരമായ സ്ട്രീറ്റുകളും ബിൽഡിങ്ങുകളും കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട അവസാനത്തെ സ്റ്റോപ്പ് എത്തി. ഇനി നമുക്ക് ട്രെയിനിൽ നിന്നിറങ്ങി അടുത്ത ബസ് പിടിക്കണം. അതിനായിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഹാംബർഗിൻ്റെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ഇത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനി നമുക്ക് ഫിഷ് മാർക്കറ്റിലേക്ക് എത്താൻ ഒരു ബസ് കൂടെ പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ബസ് കയറി നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുവാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഹാംബർഗ് പോർട്ടാണ്. ഹാംബർഗ് പോർട്ടിൻ്റെ മനോഹരമായൊരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ എത്താൻ എനിക്ക് 2 ബസ്സും 2 ട്രെയിനും എടുക്കേണ്ടി വന്നു. സാധാരണ ഒരു സ്ഥലത്ത് പോകാൻ ഇത്രയും യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഒരു പുതിയ സ്ഥലം കാണാൻ പോകുമ്പോൾ ആ യാത്രയുടെ ഓരോ ഭാഗവും തന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ യാത്ര ചെയ്തു അവസാനം ഞാൻ ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് ആളുകളുടെ തിരക്കും പലതരത്തിലുള്ള സ്റ്റാൾസും ചുറ്റുമുള്ള വലിയ തുറന്ന സ്ഥലവുമാണ്. ഞാൻ മനസ്സിൽ കരുതിയത് പ്രധാനമായും ഫിഷ് സ്റ്റാളായിരുന്നു. പക്ഷേ കുറച്ചകത്തേക്ക് പോയപ്പോൾ കാഴ്ചകൾ മാറി തുടങ്ങി. ഫ്രഷ് വെജിറ്റബിൾസ്, പൂക്കൾ, പലതരത്തിലുള്ള സാധനങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സാധാരണ മാർക്കറ്റല്ലെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഫിഷ് മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഫ്രഷ് ഫിഷ് വിൽക്കുന്ന കടകൾ, സീ ഫുഡ്, ആളുകളുടെ തിരക്ക്, അതൊക്കെയല്ലേ? അതിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊപ്പം തന്നെ മറ്റൊരു ലോകവും ഇവിടെ ഉണ്ടായിരുന്നു. പുലർച്ചെ തന്നെ മാർക്കറ്റ് ഉണരുകയാണ്. ഒരാൾ സാധനങ്ങൾ വിൽക്കുന്നു, മറ്റൊരാൾ വാങ്ങുന്നു, വ്യാപാരികൾ അവരുടെ സാധനങ്ങൾ ഒരുക്കുന്നു. പിന്നെ ഓരോ ഭാഗത്തും വ്യത്യസ്തമായ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നിയില്ല. പക്ഷേ ഇതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു കാഴ്ച കിട്ടിയത്. ഞാൻ ഫിഷ് മാർക്കറ്റ് കാണാൻ വന്നതാണ്, പക്ഷേ ഇവിടെ ലൈവ് മ്യൂസിക്കൽ പെർഫോമൻസ് നടക്കുകയായിരുന്നു. പുലർച്ചെ ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ അറ്റ്മോസ്ഫിയർ കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല.
മാർക്കറ്റിൻ്റെ തിരക്കും ആളുകളുടെ സംസാരവും മ്യൂസിക്കും ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ സ്ഥലത്തിന് ഒരു പ്രത്യേക എനർജി ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും തോന്നി ഇത് ഫിഷ് മാർക്കറ്റ് മാത്രമല്ല. ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഹാംബുർഗ് ഹാർബർ ഏരിയ. അവിടെ നിന്ന് കാണുന്ന വാട്ടർ വ്യൂവും ഫെറി വ്യൂവും വലിയ അട്രാക്ഷൻ തന്നെയാണ്. ഇതാണ് ഹാംബുർഗിനെ മറ്റു പല നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം. ഒരു ഭാഗത്ത് മാർക്കറ്റ്, മറ്റൊരു ഭാഗത്ത് ഹാർബർ, അതിനടുത്ത് ഫെറി. അങ്ങനെ സിറ്റി ലൈഫും പോർട്ട് ലൈഫും ഒരുമിച്ച് കാണാൻ കഴിയുന്ന സ്ഥലമാണ് ഇത്. ഫെറി സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഹാംബുർഗ് എത്രത്തോളം ഒരു ഹാർബർ സിറ്റിയാണെന്ന് ശരിക്കും മനസ്സിലാവും. സത്യത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫിഷ് മാർക്കറ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാം എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മാർക്കറ്റിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. പുലർച്ചെയുള്ള ഹാംബുർഗ് മാർക്കറ്റ്, മ്യൂസിക്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഹാർബർ, ഫെറീസ് എല്ലാം കൂടി ചേർന്നപ്പോൾ അതൊരു ചെറിയ യാത്രയേക്കാൾ വലിയൊരു എക്സ്പീരിയൻസായി. ഒരു പക്ഷേ ഇതാണ് യാത്രയുടെ ഏറ്റവും നല്ല ഭാഗം. നമ്മൾ എന്താണ് കാണാൻ പോകുന്നതെന്ന് കരുതി പോകുന്നു, പക്ഷേ അവിടെ എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കണ്ടെത്തുന്നു. പുലർച്ചെ സമയത്ത് ഹാംബുർഗിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സിറ്റി ഇപ്പോഴും പൂർണ്ണമായി ബിസിയായിട്ടില്ല, പക്ഷേ മാർക്കറ്റ് ഇതിനകം ഉണർന്നു കഴിഞ്ഞു. വ്യാപാരികൾ അവരുടെ ജോലിയിൽ, സന്ദർശകർ മാർക്കറ്റിൽ, ഫെറികൾ ഹാർബറിൽ, മ്യൂസിക് ഒരു ഭാഗത്ത്. ഇതൊക്കെ ചേർന്ന് ഒരു റിയൽ ഹാംബുർഗ് മോർണിംഗ് പോലെ തോന്നി. ടൂറിസ്റ്റായി ഒരു ലാൻഡ്മാർക്ക് മാത്രം കാണുന്നതിന് പകരം ഒരു നഗരത്തിൻ്റെ എവരിഡേ ലൈഫ് കാണാൻ കഴിയുന്ന ഇത്തരം സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്തത് ഫിഷ് മാർക്കറ്റിലെ ഫിഷ് മാത്രമല്ല എന്നതാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മാർക്കറ്റ് എക്സ്പീരിയൻസും ഹാർബർ എക്സ്പീരിയൻസും കിട്ടും. അതുകൊണ്ട് ഹാംബുർഗ് സന്ദർശിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പുലർച്ചെ എഴുന്നേറ്റ് പോകാൻ കഴിയുന്നവർക്ക് ഈ സ്ഥലത്തെ ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയി കാണാം. Kostet 91,95 statt hier im Laden. Heute gibt es beide von 30, beide von 20, beide von 15. Warte! Beide 10 Euro. Das ist ein Olivenbaum. Die hat 3 Jahre im Juli. Nicht wegen mir. പുള്ളി ബൾക്കാട്ടാ അത്ര സാധനം ഒന്നിച്ചാ പുള്ളി വിളിച്ചത്. Die ganze Dings alle mit 3. Gib mal eine zu dir. Hallo, hallo, hallo. നമ്മളെ വെച്ചിട്ട് ഇയാൾ പറഞ്ഞാണ് Kom hier. പൈസ കൊടുക്കണ്ട. Die 2 Farben erbij.
Zeit und ich liebe euch Leute, schau her! Guckt euch das an! എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ പൂവിൽപ്പന തന്നെയായിരുന്നു. ഇതിനുശേഷം നിറയെ ഫ്രഷ് വെജിറ്റബിൾസും പലതരത്തിലുള്ള പൂക്കളും ഫ്രൂട്ട്സും വിൽക്കുന്നതും എന്നെ ആകർഷിപ്പിച്ചു. അവിടെ നടക്കുന്ന വിൽപ്പനയുടെ രീതിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന രീതിയിലല്ല. ഇവിടെ ഒരു മാർക്കറ്റിൻ്റെ യഥാർത്ഥ മോർണിംഗ് അറ്റ്മോസ്ഫിയർ അനുഭവിക്കാൻ സാധിക്കും. പുലർച്ചെ ഇത്രയും നേരത്തെ ആളുകളെത്തി സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും കൗതുകം തോന്നി. ഇതൊക്കെയാണ് ഒരു സ്ഥലത്തെ വെറും ടൂറിസ്റ്റ് അട്രാക്ഷനിൽ എന്നതിൽ നിന്നും ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത്. So, einmal reinprobieren. Aber was möchtest du? Ein Kabanan. Ein Kabanan. So, möchtest du die kaufen, oder? Oder warum gleich ein Kabanan? So, hier, komm her. Ein Kabanan musst du kaufen. So, hier, komm her, hier. So, einmal. So, jetzt sind wir hier für 7 Taschen. Hier einmal italienische Kiwis. Hab ich gesagt, ja. So, aber die merken das, die wissen das alles auch. So, danke schön. Hier, weg. Die Kiste mit. Hier, 15 Euro. Hier, 15 Euro. Hier, 15 Euro. Und ja auch eine mitnehmen. 15 Euro. Hier, 16 Euro. ഈ യാത്രയിലെ കുറച്ച് കാഴ്ചകൾ ഇനി നിങ്ങളെ ഒന്നും പറയാതെ കാണിക്കാം. Jetzt hier heute Morgen immer wieder 15 Euro. Schöne Preise für so viele schöne Leckereien jetzt hier heute Morgen immer wieder mal mit. Erik, ja. Ja, ഇത് ഹാംബുർഗ് ഹാർബറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു അത്ഭുത കാഴ്ചയാണ് സബ്മറൈൻ മ്യൂസിയം. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. Hier einmal nach. Der Traumware der Franzosen. Esst nicht alles auf einmal. Ich gib's dazu. Lass uns verschmecken mal lieber. Pour planer les sorties, on prend 3 mois le bricout. La réputation quantique, les barreaux font plus peur. C'est la routine, personne ne demande quand ils sont tombés. പുള്ളി വന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ നാട്ടിലെ മറ്റേ സ്പൈറൽ എടുക്കണേ കിഴങ്ങ് പുള്ളി ലൈവ് വീഡിയോ വന്നു. Und dann schön aufs Backblech, ja, oder hier den Airfryer, Paprikasalz. Ganz cool, habt ihr so ചോദിച്ചാൽ എന്താ Jetzt Angebot hier, Angebot hier, Angebot. Okay. 3 Stück 50, Angebot. Und Angebot. ഇതൊക്കെയാണ് ആ ദിവസത്തെ എൻ്റെ ചെറിയ ഹാംബുർഗ് എക്സ്പീരിയൻസ്.
അങ്ങനെ ഫിഷ് മാർക്കറ്റ് കാണാൻ വേണ്ടി തുടങ്ങിയ ഈ യാത്ര അവസാനം ഒരു ഫിഷ് മാർക്കറ്റ് എക്സ്പീരിയൻസ് മാത്രമായി നിന്നില്ല. 2 ബസ്, 2 ട്രെയിൻ, പുലർച്ചെയുള്ള ഒരു യാത്ര, പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഈ യാത്ര എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. നിങ്ങൾ ഹാംബുർഗിൽ താമസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഹാംബുർഗ് സന്ദർശിക്കാൻ വരികയാണെങ്കിൽ ഈ സ്ഥലം നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഒരു കാര്യം, വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും. ഇപ്പോഴും മാർക്കറ്റിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയത്തേക്ക് കൂടി മാത്രമേ മാർക്കറ്റ് ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. ഹാംബുർഗിലോ ജർമ്മനിയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കമൻറ്റ് ചെയ്യൂ. ജർമ്മനിയിലെ യാത്രകളും ജീവിതവും വ്യത്യസ്തമായ എക്സ്പീരിയൻസും മലയാളത്തിൽ കാണാൻ അകം ജർമ്മനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജർമ്മനി കാണാം, അനുഭവിക്കാം മലയാളത്തിൽ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.